വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആണ്ടിലും കൊല്ലത്തിലുമാണ് ഇപ്പോൾ ഓരോ വീഡിയോസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്നോട് പരിഭവം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്തോ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ പുറത്തേക്ക് വരാത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്വിക്കായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതൊട്ടും പ്ലാൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സിൽ അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കൽ. എന്നിരുന്നാൽ പോലും ഇതൊരു കുക്കിംഗ് വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പറയാം. ഞാൻ ഇന്ന് ഒരു ബിരിയാണി വെക്കാൻ വേണ്ടി പോവാണ്. ബിരിയാണി, അതും ഒരാൾക്കല്ല, രണ്ടാൾക്കല്ല, 10 ആൾക്ക് വേണ്ടിയുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 10-12 ആൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് പൊതുവേ. ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാൻ ഉണ്ടാക്കും. സക്സസ്ഫുൾ ആവാറുണ്ട്, കൊളാവാറുള്ളത് കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ കോൺഫിഡൻസിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗ് അങ്ങ് എടുത്താലോ, എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അങ്ങ് കാണിച്ചു തരാം. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടുകാരൊക്കെ നല്ല ബിരിയാണി കഴിക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ നല്ല ക്വാളിറ്റിയിൽ സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ മൈക്ക് തപ്പി നടക്കുമായിരുന്നു. മൈക്ക് പക്ഷേ കാണാനില്ല. ഇന്ന് വൈകുന്നേരം എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്, അതായത് എൻ്റെ കസിൻസ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ വെച്ചു എനിക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. ആക്ച്വലി വേറെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ വേഗം വീഡിയോ അങ്ങ് തുടങ്ങാം. കമോൺ എവരിബഡി. ആൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒട്ടും പ്രൊഫഷണൽ രീതിയിലല്ല കേട്ടോ എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. ഓൾറെഡി ഇതെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതൊക്കെ അരിയണം, ചതയ്ക്കണം, അരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛൻ ഉച്ചയ്ക്ക് വരുമ്പോഴാണ് ചിക്കൻ കൊണ്ടുവരത്തുള്ളൂ. പക്ഷേ ബാക്കി മസാല പരിപാടികളിലും അരിയലും അരി വേവിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷേ ഇത്രയും വലിയതായതുകൊണ്ട് പലവട്ടം ഇങ്ങനെ വേവിച്ചെടുക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ അല്ലാണ്ട് അരി വേവിക്കാമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യുന്നത്. നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ. പിന്നെ എന്താ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമില്ലെങ്കിലും ഇരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ പറയാം. എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് കുറച്ച് കുറവാണിപ്പോൾ. എന്താ എനിക്കറിയില്ല, എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ടൈം മാനേജ്മെൻറ്റിൽ ഞാൻ ഇപ്പോൾ ഒരു വട്ടപ്പൂജയായിട്ട് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് അല്ലാണ്ട് കുറച്ച് മെൻ്റലുണ്ട്, മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ, എഡിറ്റ് ചെയ്യാന്നൊക്കെ പറയാൻ. എനിക്ക് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഹാപ്പി ഫേസസ് നിങ്ങളെ മുന്നിൽ കാണിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് മെൻ്റലാണെങ്കിലും അതൊക്കെ അങ്ങ് മാറ്റി വെച്ച് അങ്ങ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് വന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിലൊരു 10-14 ഉള്ളി ഉണ്ട് കേട്ടോ. ഇതിനി പല സൈസസിൽ നമ്മൾ അരിയണം. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് അരിയണം, സാലഡിനുള്ളത് അരിയണം, മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് അരിയണം. അപ്പോൾ അതെല്ലാം അരിയട്ടെ. എനിക്കിങ്ങനെ ഇരുന്ന് അരിയാൻ പറ്റില്ല, എനിക്ക് നിന്നിങ്ങനെ കിടക്കിടക്കിടക്കിടച്ചിട്ട് അരിയണം. അപ്പോൾ ഞാൻ ഒന്ന് ഫേസ് കാണിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇനി അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ ആയി പോകും എൻ്റെ അരിഞ്ഞ് തീരുമ്പോഴത്തേനും. ഓക്കെ, ഉള്ളി ഏരിയൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 2 ഉള്ളി ഉണ്ട് കേട്ടോ. ഇത് മുകളിൽ നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്യാനും പിന്നെ ദമ്മിടുമ്പോഴും പിന്നെ ഉള്ളി വാട്ടുന്നതിനിടയിൽ ഞാൻ ഈ നെയ്യിൽ വാട്ടി കുറച്ച് ഉള്ളി ഇടും. അതുകൊണ്ട് 2 ഉള്ളി ഉണ്ട്. ഇതിലൊരു മീഡിയം സൈസ്. ഇതൊരു 2 ഉള്ളി. ഇത് സാലഡിന് വേണ്ടിയിട്ട്. ഇതിൽ ഇനി നമ്മൾ ക്യൂക്കമ്പേഴ്സും ക്യാരറ്റൊക്കെ ഇടുമ്പോഴത്തേനും അത് സാലഡ് ആവും, തൈര് കൊണ്ടുള്ള. പിന്നെ ഇത് ഒരു 7-10 ഉള്ളി ഉണ്ടാവും. ഇത് നമുക്ക് വാട്ടാനായിട്ട് കേട്ടോ, ലൈക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അങ്ങനെ ഷടപടേന്ന് വെച്ചിട്ട് അരിഞ്ഞ് തീർത്തിട്ടുണ്ട് ഞാൻ. സവാള ഗിരിഗിരി, എനിക്ക് സവാള അരിയാനൊക്കെ വേഗം അരിയും ഞാൻ, കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിൽ. അപ്പോൾ അത് തീർന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ എത്തിയിരിക്കുന്നു. ചിക്കൻ കൊണ്ടുവന്ന ആൾ ഹായ്, സേ ഹായ്. ചിക്കൻ കറിയും ബിരിയാണിയുടെ കൂടെ നമ്മളൊരു ഐറ്റമായിട്ട് കപ്പയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കപ്പ പറിക്കാനുണ്ട് കേട്ടോ. കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇതിൽ ചെറിയ കിഴങ്ങ കിട്ടിയേ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് പറിച്ച് നോക്കാം എന്ന് പറഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഹാർഡ് മണ്ണാ. എന്തേ അപ്പോൾ നമുക്ക് കിട്ടിയതാണ് കമ്പ് മാത്രം. കർഷകന്റെ കൃഷി ഇടയ്ക്കൊക്കെ പാളിപ്പോയ പ്രശ്നമൊന്നുമില്ല. ചിക്കൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ഐറ്റം വന്നു കേട്ടോ. ചിക്കൻ ക്ലീൻ ആക്കാൻ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനും വൃത്തിയാക്കും, പക്ഷെ ഇന്നിപ്പോൾ എല്ലാം കൂടെ ചെയ്യേണ്ട എൻ്റെ സഹായികളാണ്. കിണറ് കണ്ടോ,
ഇതാ ഞങ്ങളുടെ കിണർ. മരമാ പറയുമ്പോൾ ഇതെന്താ, നമ്മൾ ഇവിടെ അകത്ത് വരെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാ കിണറും ഇങ്ങനെയാവും. കിണറിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി വൃത്തിയാക്കണം തോന്നുന്നു അല്ലേ. നമ്മുടെ കിണർ എന്തായാലും ഇപ്പം ഇങ്ങനെയാണ്. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. എവിടുന്ന് അവിടെ ഉണ്ടോ? ആകെ ക്ഷീണം വിട്ടുപോയി. നമ്മൾ അടുത്ത കപ്പയൊന്ന് മാന്തി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് അത്യാവശ്യം കിഴങ്ങുണ്ടെന്ന് തോന്നിട്ടോ. അതിൻ്റെ പുറമൊക്കെ പുറത്ത് കാണാനുണ്ട്. ഹായ്, ഹലോ, ഹായ്. അവിടെ ഒരു കുഞ്ഞിച്ചക്ക നിൽക്കുന്നുണ്ട്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. അതിസാഹസികമായി പറിക്കുന്നു. നോക്കട്ടെ. ഹലോ, അപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് ചിക്കൻ ഇപ്പോൾ ഒരു 3-3.5 കിലോ ചിക്കൻ ഉണ്ടാവും നമുക്ക്. കുറച്ച് വലിയ പീസുകൾ, ബിരിയാണി പീസാണ്. അപ്പോൾ ഇനി ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റ്. അതിനൊരു മസാല വേണം. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ മുളക് കേട്ടോ. ഈ മുളകിൽ ഒരു 5 മുളക് എടുത്തിട്ടുണ്ട്. 5 മുളക് ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ വലിയ വെളുത്തുള്ളി, ഇങ്ങനെ ജമണ്ട വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ മസാല ഒക്കെ ഇനി വേറെ വരും. ഇത് ജസ്റ്റ് ചിക്കൻ വേവിക്കുമ്പോൾ ആ ചിക്കനിലൊരു ഫ്ലേവർ ഇറങ്ങാനാണ് കേട്ടോ. ഇത് ഒരു 4 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതാ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ചെറിയുള്ളി, കുഞ്ഞുള്ളി, അങ്ങനെ പല പേരുകളും ഇതിന് വരും. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും നോക്കരുത്. നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഹറി ബറിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് എക്സ്ട്രാ അമ്മ അവിടെ ചിക്കൻ കറിക്കുള്ളത് നോക്കുന്നുണ്ട്, കപ്പ ഉണ്ടാക്കാനുണ്ട്, പത്തിരിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹറിബറി ആവുന്നതുകൊണ്ട് നമുക്ക് ഫുൾ അലങ്കോലായിരിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ചെറുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഓക്കെ, സോ ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മേ, അതൊന്നും നിങ്ങൾ നോക്കരുത്. അന്തല്ലാത്ത അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കും. അങ്ങനെ ആരും തുറക്കല്ലേ. തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറും. പിന്നെ മൈക്ക് ഓണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓണല്ലേ? അപ്പോൾ അരച്ച് തീർന്നത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മുഖത്തേക്കൊന്നും ആരും തുറക്കല്ലേ. എനിക്ക് ആകെ ഇതായിപ്പോയി. പിന്നെ ഒന്ന് മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപോലെ അരഞ്ഞു കിട്ടും. ഞാൻ പൊട്ടത്തീനെ പോലെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ടിട്ട് അങ്ങ് ആക്കി. അപ്പം ഞാൻ വിചാരിച്ച പോലെ അരഞ്ഞില്ല. എന്നിട്ട് ഞാനിങ്ങനെ പിന്നെയും അരച്ച് അങ്ങനത്തെ മന്ദമണിയൊന്നും എടുക്കരുത്. ഈസി ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് പണിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ചിക്കനിലേക്കൊന്ന് പെരട്ടണം. ഞാനാണല്ല പെരട്ടുന്ന ആൾ. പെരട്ടാൻ എനിക്കിവിടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. സന്ധ്യമോൾ കേട്ടി എനിക്ക് പെരട്ടി തരും. കാരണം ഈ പച്ചമുളകിൻ്റെ കയ്യിലായി എനിക്ക് ഭയങ്കര പൊള്ളും. അമ്മയ്ക്കും പൊള്ളുമായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര പൊള്ളും. എനിക്ക് പിന്നെ ഒരു പണി എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇനി കുറേ ചിക്കനൊക്കെ ഫ്രൈ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ആവിയും കൂടി അടിക്കുമ്പോൾ ഈ പൊള്ളിയത് വെച്ച് എനിക്ക് പണിയെടുക്കാൻ പറ്റാണ്ടാവും. സോ അതുകൊണ്ട് അമ്മേനെ കൂടെ നമുക്കൊന്ന് ഇതാണ് നമ്മുടെ ചിക്കൻ കേട്ടോ. ഈ ചിക്കനിലേക്ക് ഇനി മസാല നമുക്ക് പരട്ടാം. അപ്പോൾ കൈ വെച്ച് തന്നെ പരട്ടി പിടിപ്പിക്കാനായിട്ട് നോക്കുക. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ കുറച്ച് റെക്കോർഡ് ചെയ്തായിരുന്നു. അതൊന്നും ഞാൻ മൈക്ക് വർക്കായില്ല. അതെന്തോ ചാർജ് എന്തോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ ഓവർ മസാലകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, കാരണം മൈക്ക് പണി തന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാട്ടിയിടാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചട്ടി വെച്ചു. നമ്മൾ നെയ്യ് ഇടുകയാണ്. നെയ്യ് നമുക്ക് കുറച്ചധികം എടുക്കണം. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഈ നെയ്യ് തന്നെ നമ്മൾ ബിരിയാണീൻ്റെ മുകളിൽ കൂടെയൊക്കെ നമ്മൾ ഒഴിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇവിടെ ആയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നത് ഉള്ളിയാണ് കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മൾ കനം കുറഞ്ഞ് ഉള്ളി അരിയണം. പിന്നെ ഒന്നിച്ച് വാട്ടുന്ന പോലെ ഒരുമിച്ച് ഇടരുത്. നമ്മൾ കുറച്ച് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരുമിച്ചിട്ട് കുറേ സമയം വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഇടുന്നെങ്കിൽ നമുക്ക് വേഗം കോരി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഇതെല്ലാം കോരുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഈ വീഡിയോ നമ്മളൊരു സീരിയൽ പോലെ കൊണ്ടുകൊണ്ടുവരും. കാരണം ഞാൻ അങ്ങനെ ആസ്വദിച്ചാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ചധികം സമയം വേണം. സോ ഇതാണെന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കുക.
പിന്നെ ഞാൻ ഇതെങ്ങനെയാണ് ഏതൊരു രൂപത്തിലാവുമ്പോഴാണ് ഞാനിത് കോരിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുവരെ നമ്മളിങ്ങനെ ഇളക്കൽ. ഓക്കെ, ലാസ്റ്റ് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവസാനം ഇതൊരു ഇങ്ങനെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കരിഞ്ഞു പോകും. എൻ്റെ ആദ്യത്തെ ട്രിപ്പ് കുറച്ചൊന്നും ഇങ്ങോട്ട് പാളിപ്പോയായിരുന്നു. അപ്പോൾ ഭയങ്കര കരിഞ്ഞ ചൊയ വന്നു കഴിഞ്ഞാൽ ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. പിന്നെ ഇത് നമ്മൾ എല്ലാ ഉള്ളിയും ഒരേ ലെവൽ അരിയാത്തത് കൊണ്ടാണ് ചിലത് ഇങ്ങനെ കരിഞ്ഞിട്ടും ചിലത് ഇങ്ങനെ കരിയാണ്ടൊക്കെ കിടക്കുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് കുറച്ച് കരിച്ചതുകൊണ്ട് ഈ ട്രിപ്പ് അധികം കരിക്കാണ്ടാണ് എടുത്തത്. കാരണം രണ്ടും കൂടി അങ്ങ് കോമ്പൻസേറ്റ് ആയി പോയിക്കോട്ടെ. ഓക്കെ, മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളിത് ഓരോ ഘട്ടമായിട്ട് ഫുള്ള് വറുത്ത് കോരട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ആക്കാൻ പോകുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പോൾ ഇത് കഴുകി വെച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇത് കരിക്കല്ലേ, ഇതൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേനും എടുത്തോ. ഇതൊന്ന് ബ്രൗൺ കളർ ആക്കിയിട്ട് കോരിയെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഇതാ റോസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ കാണിച്ചു തന്നില്ല, ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം കുക്കറിൽ. ചിക്കൻ മസാല ഇത് ചിക്കൻ എവിടെ? ചിക്കൻ സ്ഥലം മാറിപ്പോയി. അപ്പോൾ ചിക്കൻ നമുക്ക് ഒരു 2 ട്രിപ്പായിട്ട് ഒന്നും ഇടില്ല, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൂല, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും, ബാക്കി ചിക്കനത്തെ വെള്ളവും. അങ്ങനെ നമ്മൾ കുക്കറിൽ എങ്ങനത്തെ നിങ്ങളുടെ സൈസുള്ള കുക്കർ അനുസരിച്ച് അതിൽ കൊള്ളിച്ചിട്ട് വെച്ചിട്ട് 2 വിസിൽ ചിക്കൻ വേവിച്ചെടുക്കാം. ഓക്കെ, ഞാനപ്പോൾ വേവിക്കട്ടെ. കാരണം എനിക്ക് എന്താ അറിയോ, ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ സ്റ്റാൻഡ് കൂടി വെക്കുമ്പോൾ നമുക്ക് തീരെ സ്ഥലമില്ല. കുഞ്ഞ വർക്ക് ഏരിയ നമ്മുടെ. അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ആകെ കൂടെ ഹറിബറി ആവുന്നുണ്ട്. അപ്പോൾ വേഗം വേവിച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഓവറായിട്ട് കാണിച്ചു തന്നാൽ ഇതല്ലേ ലെങ്തി ആവില്ലേ. പിന്നെ ഈ വറുത്ത് വെച്ചതിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറിയിടണം. അപ്പോൾ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് വേറൊരു ടേസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബൈ. അപ്പോൾ നമ്മളെ കുക്കർ തുറക്കാൻ പോവാണ് കേട്ടോ. കുക്കർ തുറക്കാറിയില്ലേ? കണ്ടോ, ഇതിൽ നമ്മൾ വെള്ളം അധികം ഒഴിച്ചിട്ടേ ഇല്ല. എന്നാലും നല്ല സൂപ്പുണ്ട്, നല്ല ഫ്ലേവറുള്ള സൂപ്പാണേ. കുടിക്കണമെങ്കിൽ കുടിക്കാം, പക്ഷേ കുടിക്കരുത്. നമുക്കത് ചിക്കൻ ബിരിയാണി മസാലയിലേക്ക് ഇടാം കേട്ടോ. അപ്പം ഇതാണ് ചിക്കൻ. ഇനി നമ്മൾ ഇതിന്ന് ഊറ്റിയിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം. ഓക്കെ, അതാണ് ഇനി അടുത്ത പണി, ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ചോറിന്റെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അടുപ്പത്താട്ട വെക്കുന്നതാണ് പുക. ഇതിൽ വെള്ളവും ഇത് ഊറ്റിയെടുക്കാനുള്ളതായതുകൊണ്ട് അങ്ങനെ കണക്കൊന്നുമില്ല. കുറച്ച് വെള്ളവും പിന്നെ അതിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 3 ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും പിന്നെ കണ്ട സാധനങ്ങളൊക്കെ അല്ലേ, നമ്മുടെ മസാലക്കൂട്ടിലെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സ്പെഷ്യൽ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും കൂടി ആയ ചിക്കൻ കറി ഇവിടെ ആയി. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കുറച്ച് നമ്മൾ വറുത്ത് കോരിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യേണ്ടേ ഉള്ളൂ. കാരണം ഇത് നല്ലോണം വെന്തതായിരിക്കും. 2 വിസിൽ വന്നതുകൊണ്ട് നല്ല വെന്ത ചിക്കനാണ്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കയറ്റി. അപ്പൊ നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ ശരിക്കും കുക്കറി ഷോ പോലെ കാണിച്ചു തരാത്തത്. എനിക്ക് ശരിക്കും റെസിപ്പി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഹരിബരയായിട്ട് കാണിക്കുന്നത് വെച്ചാൽ ഇപ്പൊ സമയം ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവുമേ, ഒരു 4 മണി 5 മണി 4 മണി 4:30 ഒക്കെ ആവാനായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് പരിപാടി, പാൽക്കപ്പ ഉണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മുടെ ചോറ് അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ചിക്കൻ കറി, ചിക്കൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്കിങ്ങനെ പ്രോപ്പർ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നല്ല റെസിപ്പി വീഡിയോസ് ഒക്കെ പിന്നെ വന്നിട്ടുണ്ട്. നല്ലോണം എണ്ണ തെളിഞ്ഞ് വരണം. എത്രങ്ങാനും ഉള്ളി ഉണ്ടായത് അപ്പം ഇത്രയേ ഉള്ളൂ മസാലയ്ക്ക് ആയപ്പോഴത്തേനും. നല്ലോണം വാടണം. എത്ര വാട്ടാൻ പറ്റുമോ അത്രയും വാട്ടാൻ, കരിക്കരുത്. നല്ലോണം വാടിക്കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അരച്ചിട്ട് ഒരു പേസ്റ്റ് ഇടും. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 10-20 ചെറുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്. ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തത്. പിന്നെ ഒരു ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി. അപ്പോൾ അത്രയും സാധനങ്ങൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വേഗം അങ്ങ് ചട്ടപ്പടേഞ്ചിട്ട് അങ്ങ് വാട്ടാം. ചോറ് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇളക്കി ഒന്ന് വേവ് നോക്കി അങ്ങനെ പെട്ടെന്ന് ഊറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പായസം പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അത്
ആണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. എൻ്റെ വീഡിയോ കാണുന്നത് ഫുൾ അമ്മമാരായിരിക്കും, ഇവർക്കെല്ലാം ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എന്നാലും എന്നെപ്പോലെ വല്ല പൊട്ടത്തികളും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതിശക്തമായി നമ്മൾ ഇളക്കണം, തലങ്ങും വിലങ്ങും. ഓക്കെ, ഇനി ഇത് വാട്ടട്ടെ. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാട്ടോ നിങ്ങളോടൊന്നും സംസാരിക്കാത്തത്. സോ വേഗം വാട്ടി ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്ളോഗ് കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ കുറച്ചൊക്കെ സംസാരിക്കാം ഇതിന് ശേഷം. അപ്പോൾ വേഗം പണി തീർക്കട്ടെ കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ എഴുതി കാണിക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 5 തക്കാളി, ഒരു 6 തക്കാളി ഉണ്ടോ അമ്മേ, 5 6 തക്കാളി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കും, അത് കഴിഞ്ഞിട്ടൊന്ന് വാട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് എന്ത് ചെയ്തു, ആ ഒരു ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടാണ്. നമ്മൾ ആദ്യം വേവിച്ചു ചിക്കനെ, പിന്നെ നമ്മൾ ഫ്രൈ ആക്കി, ഇനി വീണ്ടും നമ്മളൊന്ന് കുതിർത്താൻ പോവാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സെമി ഡ്രൈ ആൻഡ് ഫ്രൈ ഒക്കെ ആയ ഒരു ചിക്കൻ കിട്ടും. അത് വേറൊരു രുചിയാണ്. രുചിയാവുമെന്ന് വിചാരിക്കുന്നു. മസാലയൊക്കെ ഇതുവരെ ഓക്കെയാണ്, ഇനി ലാസ്റ്റ് ഫൈനൽ ആവുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. സോ വേഗം ഫിനിഷ് ചെയ്യട്ടെ, ടൈം ഇസ് വെരി ലേറ്റ്. ഇവിടെ കുറച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് ബിരിയാണി മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ റൈസ് ഇവിടെ വെന്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3/4 വേവാകുമ്പോഴത്തേന് നമ്മൾ ഊറ്റിയെടുത്തു. 3/4 അല്ല, ഒരു അരയിന്നങ്ങ് വിട്ടപ്പോഴത്തേനും നമ്മൾ ഊറ്റിയെടുത്തു. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേവുന്നുണ്ട്. ചെറുങ്ങനെ അരി കടിക്കുന്ന പോലെ ആകുമ്പോൾ കേട്ടോ നമ്മൾ ഊറ്റിയെടുക്കേണ്ടതാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടത്, ആ ഒരു അറിവ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇതാണ് റൈസ്, കുഴപ്പമില്ലാണ്ട് വിട്ടുവിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ദമ്മിടുമ്പോഴത്തേനും ബാക്കി വേവും കൂടി അങ്ങ് ആയിക്കോളൂ അല്ലേ. മസാല സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടണം. അപ്പോഴത്തേനും ക്ഷീണം മാറ്റാൻ നമ്മളൊരു ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മേ, ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടി കഴിഞ്ഞു, നമ്മുടെ ചിക്കൻ കറി കഴിഞ്ഞു. ബിരിയാണി ദമ്മിട്ടേക്കാം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഓടിപ്പോയി, ഞാൻ മേലൊക്കെ കഴുകി വന്ന് ഒന്ന് മുടിയൊക്കെ ഒന്ന് വെറുതെ കെട്ടി റെഡി ആയിരിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ വരുമായിരിക്കും. അവർ വരുന്ന സമയത്ത് ഞാനും അമ്മയും രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കുന്നതാണ്, കുളിച്ചിട്ടില്ല, ഒന്ന് മേത്ത് വെള്ളം കാണാണ്ടോ നടക്കുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ഒരു ഫ്രീ ആയി, എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ ദമ്മ് പൊട്ടിക്കണം. ദമ്മ് അവർ വന്നിട്ട് പൊട്ടിക്കാം കേട്ടോ. ഇതിപ്പോൾ കുക്കിംഗ് വ്ളോഗാണോ അല്ലാത്ത വ്ളോഗാണോ, ഇതെന്താണ് സംഭവം, എന്തായെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ അമ്മേനെ ഒന്ന് രാവിലെ തൊട്ട് കാണിക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ അമ്മ, ബാക്കിൽ ഒരു ലോഡ് സാധനം ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നോർമൽ എന്താ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഹൗസ് ഹോൾഡ് തിങ്സ് ആയിട്ട് കൂട്ടിയാൽ മതി. കാരണം ചില കബോർഡ് എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാനായിരിക്കും സാധാരണ ഉണ്ടാക്കിയത്. നമ്മളെ വീട്ടിലുള്ള എല്ലാ കണ്ടമാന സാധനങ്ങളും നമ്മൾ അതിൽ വെച്ച് നിറച്ച് അതിലൊരു ഇഞ്ച് സ്ഥലം ഇപ്പം ഡെക്കറേറ്റീവ് ഐറ്റം വെക്കാനില്ല. അമ്മേൻ്റെ മറ്റേ വാനിറ്റി ഏരിയ ആണ് അത്. അതുകൊണ്ട് പിന്നെ എൻ്റെത് പകുതി മുക്കാലും അവിടെയുണ്ട്, പകുതിൻ്റെ വേറെ എവിടെയുണ്ട് സ്ഥലം മുടക്കാനായിട്ട് കുറേ സാധനം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത്രയാണ്. എനിക്ക് നേരത്തെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇനി എൻ്റെ ജിയമോള് വരുന്നുണ്ട്, ഏട്ടത്തി വരുന്നുണ്ട്, കണ്ണേട്ടൻ, എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കസിൻ. ആക്ച്വലി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലല്ലോ, അതാണ് പരിപാടി. ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ എൻ്റെ കസിൻ്റെ, അവളെ നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുമായിരുന്നു. അവളെയും നമ്മുടെ ന്യൂ അളിയനെയും നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം നോർമലി ഇങ്ങനെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവേ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കും. കാരണം ഇങ്ങനെ ഹറിബറി ആയിട്ട് ഇതാവണ്ടല്ലോ എന്ന് വെച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക. ഇപ്രാവശ്യം ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. കാരണം കഷ്ടകാലം പിടിക്കാനായിട്ട് ഞാനിപ്പോൾ അടുത്ത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച എന്തോ ഞാനൊന്ന് ബിരിയാണി വെച്ചു. അത് ഭയങ്കര സക്സസ്ഫുള്ളായി. ഈ വീട്ടിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്തെങ്കിലും സാധനം ഒന്ന് ഉണ്ടാക്കാൻ എനിക്ക് പേടിയായിരുന്നു, പിന്നെ അത് എൻ്റെ ഒരു ബാധ്യതയായി മാറും. അതുപോലെ അച്ഛൻ പറഞ്ഞു, അന്നത്തെ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു, എന്നാൽ നമുക്ക് ആ ബിരിയാണി അങ്ങ് ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു പോക്കങ്ങ് പോയതാണ്. നമ്മളെ പണിയും പരിപ്പും പപ്പടവും ഇളകി എന്ന് മാത്രം. പക്ഷെ എന്നാലും നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷേ ഫെഡപ്പായി പോവും, അതാണുള്ള പ്രശ്നം. അപ്പോൾ വെല്ലിച്ചനും വെല്ലുമ്മയൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഞാനൊന്ന് കാണിക്കാം. നമ്മളെ ദമ്മൊന്ന് കാണിച്ചു തരാലോ. വരൂ. എത്തിയാ? അതാരാ, അച്ഛനാ? അല്ല, വലിയ വണ്ടി വേറെ സൗണ്ടാണ്. ഇതാണ് കേട്ടോ എൻ്റെ ദമ്മിട്ട ബിരിയാണി. അതോ ലൈറ്റിക്കാൻ നോക്കണേ. ഇതാണ് കേട്ടോ ബിരിയാണി, ഫൈനൽ ബിരിയാണി ഇങ്ങനെയായിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ചൂടാക്കി കഴിക്കുന്നതാണ്. ഇന്നലെ പിന്നെ ആരോടും ചോദിക്കാനൊന്നും പറ്റിയില്ല. ഇനി അച്ഛൻ ടേസ്റ്റ് ചെയ്യാണ്. കഴിക്കോ?
കഴിക്ക്, ശരിക്കും പോലെ കഴിക്കുക. അച്ഛൻ അഭിനയിക്കാന്ന്. ചെമ്പട്ടിയൊക്കെ മാറ്റി. എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് ഇത് പഠിപ്പിച്ചു പറയുന്ന പോലെ പറയല്ല. ഇത് ഞാൻ പഠിപ്പിച്ചെന്ന് നല്ല ബിരിയാണി ഉണ്ടാക്കലല്ലേ? ഇത് ഞാൻ പഠിപ്പിച്ചെന്ന് അച്ഛന്റെ നിഴല് പോലും ഇന്നലെ അവിടെ കണ്ടിട്ടില്ല. സത്യമായിട്ടും പറ, എങ്ങനെയുണ്ട് ബിരിയാണി? കുറച്ച് പൊക്കി പറയാനെ കുറിച്ച്. ബിരിയാണി സൂപ്പറാണ്. സൂപ്പർ ബിരിയാണി. എല്ലാ ബിരിയാണി തന്നെ വെക്കാൻ ഇവിടെ. അതാണ് ഈ വീട്ടിലൊരു പ്രശ്നം. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നന്നായ പിന്നെ മനുഷ്യന്റെ തലയിലായത്. നല്ലതാണല്ലേ ശരിക്കും? അച്ചാർ വാങ്ങിയതാ. അപ്പൊ ശരി, അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ റെസിപ്പി ഫോളോ ചെയ്ത സക്സസ് ആവില്ലേ ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കിയ? അപ്പൊ എല്ലാരോടും ഉണ്ടാക്കി നോക്കൂന്ന് പറ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് കഴിക്കൂ, എന്നിട്ട് സൂപ്പർ എന്ന് പറയൂ. ഓക്കേ, ശരി.